നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ടതിന്റെ ആദ്യത്തെ ഇൻകുലാബ് ജനാധിപത്യ ഇന്ത്യയിൽ മുഴക്കിയ ബാബാ സാഹേബ് ബി.ആർ. അംബേദ്കറുടെ നാമത്തിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് കമ്മ്യൂണിസമില്ലാത്ത കേരളത്തിൽ, ഗാന്ധിസമില്ലാത്ത കേരളത്തിൽ, ഹെഡ്ഗേവാറിസമില്ലാത്ത കേരളത്തിൽ 1893 30ാമത്തെ വയസ്സിൽ അങ്ങ് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ആദ്യമായി ഈ രാജ്യത്തിലെ മർദ്ദിതർക്ക്, കീഴാളർക്ക്, അധസ്ഥിതർക്ക്, ദളിതർക്ക് വഴി നടക്കാനുള്ള ലോകത്തിലെ ആദ്യത്തെ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യ സമരം നയിച്ച മഹാനായ വിപ്ലവകാരി മഹാത്മാ അയ്യങ്കാളിയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ 1947 നമ്മുടെ പിതാമഹന്മാർ പാടുപെട്ട് നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യത്തിലൂടെ മഹത്തായ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിൽ നിലവിൽ വരുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയായിരുന്ന മനുസ്മൃതി എന്ന് പറയുന്ന ക്രിമിനൽ ഭരണഘടനയെ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വെല്ലുവിളിച്ച വിപ്ലവകാരി 1888 അതിന് നേതൃത്വം കൊടുത്ത മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ അബ്ദുൽ ഖാദർ മൗലവിയുടെ സഹോദരൻ അയ്യപ്പന്റെ പാമ്പാടി ജോസഫിന്റെ ചരണം സോളമന്റെ പണ്ഡിറ്റ് കറുപ്പന്റെ അങ്ങനെ കേരളീയ സമൂഹത്തിൽ മർദ്ദിതരുടെ ഈ രാജ്യത്തിലെ മുഴുവൻ ആൾക്കാരുടെയും ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് കമ്മ്യൂണിസവും ഗാന്ധിസവും സംഘപരിവാരങ്ങളും വരുന്നതിന് മുമ്പ് സദൈവം നേതൃത്വം കൊടുത്ത നമ്മുടെ പിതാമഹന്മാരുടെ ഭവനമായ ഓർമ്മകൾക്ക് മുന്നിൽ വടക്കൻ കേരളത്തിൽ നിങ്ങൾക്കറിയാം, പാലക്കാട് ജില്ല കഴിഞ്ഞാൽ, തൃശൂർ ജില്ല കഴിഞ്ഞാൽ അങ്ങ് കോഴിക്കോടിന്റെ മലപ്പുറത്തിന്റെ മണ്ണിൽ ഏറനാട് താലൂക്കിലും വയനാട് താലൂക്കിലും തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടും ഈ രാജ്യത്തിലെ ജന്മിത്ത വാഴ്ചയോടും സന്ധിയില്ലാ സമരം ചെയ്ത മരിച്ചുകൾ 1.5 ലക്ഷം വരുന്ന രക്തസാക്ഷികൾ അവർക്ക് നേതൃത്വം കൊടുത്ത മഹാനായ വാരിയപ്പെടുന്ന കുഞ്ഞഹമ്മദ് റാജിയുടെ, അലി മുസ്ലിയാരുടെ, വെളിയങ്കോട് ഉമ്മർഹത്തിയുടെ പാവനമായ സ്മരണയ്ക്ക് വേണ്ടി അങ്ങനെ ഇന്ത്യയിലെമ്പാടും വൈശാചികമായ മനുഷ്യനെ തരംതിരിച്ച സാമൂഹിക വ്യവസ്ഥയിൽ ഇരകളാക്കപ്പെട്ടവരുടെ പോരാട്ടങ്ങൾ മുൻനിർത്തി വിപ്ലവങ്ങൾ നയിച്ച ചരിത്രം പോലും രേഖപ്പെടുത്താതെ പോയ 1000 പൂർവ്വപിതാക്കന്മാരുടെ പാവനമായ സ്മരണയ്ക്ക് മുന്നിൽ എന്റെ ഊഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങൾ. വളരെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ കേരളത്തിലെ സംസ്ഥാന ഘടകം ആസന്നമായിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇവിടെ പാവറട്ടി പഞ്ചായത്തിൽ തൃശൂർ ജില്ലയിൽ ഈ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ആദ്യമേ തന്നെ ജനങ്ങളുടെ സമക്ഷം സമർപ്പിക്കുന്ന, അവതരിപ്പിക്കുന്ന ഒരു സമ്മേളനം കൂടിയാണ്. തീർച്ചയായും ഇത് കേരളത്തിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അഴിമതിരഹിത ജനകീയ പഞ്ചായത്ത്, വിവേചനമില്ലാത്ത ജനകീയ പഞ്ചായത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് SDPI എന്ന് പറയുന്ന 1 വർഷവും 2 മാസവും മാത്രം പിന്നിടുന്ന, എന്നാൽ ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ സജീവമായി ജനങ്ങളുടെ പാർട്ടിയായി വളർന്ന ഈ പ്രസ്ഥാനം ഇന്ന് അതിശക്തമായി ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് തയ്യാറെടുപ്പ് മുന്നേറുകയാണ്. തീർച്ചയായും ചില തെറ്റിദ്ധാരണകൾ, ചില ആശങ്കകൾ ഇവിടെ ഈ പാവറട്ടി പഞ്ചായത്തിലെ മർദ്ദിത സമുദായങ്ങളിൽപ്പെട്ടവർക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക്, ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ പാർട്ടിയെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ ധരിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ ധാരണകൾ അത് ലോകത്തെവിടെയും മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെ, മാറ്റിവെക്കപ്പെടുന്നവരുടെ, അധസ്ഥിതരുടെ, കീഴാളരുടെ, ഇരകളുടെ, ലോകത്തേതൊരു വോട്ടുകളും ഇരകളുടെ ഭാഗത്തുകൊണ്ട് അധികാരത്തിനായുള്ള ഷെയറിന്, അധികാരത്തിന്റെ പങ്കിന് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും അത് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആമുഖമായി പറഞ്ഞത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, CPM-ഉം സംഘപരിവാറും കോൺഗ്രസും മുസ്ലിം ലീഗും
ആരംഭിക്കുകയാണ്. ഇന്ന് മുതലാണ്, ഈ കഴിഞ്ഞ ജൂലൈ മാസം 5-ാം തീയതി മുതൽ ബഹുമാനായ എന്റെ സുഹൃത്തുക്കൾ അധ്യാപകൻ കൂടിയായ തൊടുപുഴയിലെ TJ ജോസഫ് എന്ന് പറയുന്ന അധ്യാപകന്റെ കൈപ്പറ്റി വെട്ടിയ സംഭവത്തിന് ശേഷം കേരളത്തിൽ കഴിഞ്ഞ 2 മാസക്കാലമായി പ്രചണ്ഡമായ പ്രചരണ കൊടുങ്കാറ്റ്. സത്യസന്ധമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ, കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഒരു വർത്തമാന പത്രമെങ്കിലും ദിനംപ്രതി വായിക്കുന്ന സാധാരണക്കാരുടെ മനസ്സുകളിലേക്ക് ഏകപക്ഷീയമായി അതിന്റെ ഉത്തരവാദിത്വം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനം ആണത്, അതിൽ കുറ്റവാളികൾ എന്ന് കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം പ്രവർത്തിക്കുന്ന, ഞാൻ പോപ്പുലർ ഫ്രണ്ടുകാരനല്ല, മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം പ്രവർത്തിക്കുന്ന, അവരുടെ സാംസ്കാരികപരമായ, അവരുടെ ഭൗതികപരമായ ആ ആഭ്യന്തരമായ നവീകരണത്തിന്, പരിഷ്കരണത്തിന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അവസാനം കറങ്ങി CPI-യിലേക്ക് വന്നിരിക്കുന്നു. കാവലെത്തു എന്ന് കേട്ടപ്പോൾ കയറെടുക്കുന്നത് പോലെ കേരളത്തിലെ പാർട്ടികൾ മുഴുവൻ ഒരു മാസക്കാലം ജന്മഭൂമി RSS പത്രം എന്താണ് എഴുതിയത് അത് തന്നെ പിറ്റേദിവസം ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ ജന്മഭൂമിയുടെ പ്രസിഡന്റും ആ ന്യൂസ് പ്രിന്റ് അപ്പുറത്തേക്ക് വന്നിട്ട് തിരിച്ചടിക്കുന്ന പോലെ, പിറ്റേ ദിവസം അടിച്ചു വരുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിലെ ദേശാഭിമാനിയും ജന്മഭൂമിയും ഒരേ വാർത്തകൾ, ചന്ദ്രികയും വീക്ഷണവും ഒരേ വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അതിന്റെ തലയിൽ ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് കറങ്ങി FDP-യിലേക്ക്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകൾ 42 റെയ്ഡ് നടത്തി. FDP-യുടെ 70-ന് മേളിൽ റെയ്ഡ്. എന്താ നിങ്ങൾ മനസ്സിലാക്കണം? തൊടുപുഴ സംഭവം കഴിഞ്ഞ ജൂലൈ മാസം 5-ാം തീയതി നടക്കുമ്പോൾ അതിന് ആദ്യമായി പിറ്റേ ദിവസം തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അപലപിച്ചു. പ്രവാചകൻ നിന്നിച്ചൊരു അധ്യാപകനാണെങ്കിൽ കൂടി അദ്ദേഹത്തിനെതിരെയുള്ള നടപടി അത് ന്യായീകരിക്കുന്നതിൽ അപലപനീയമാണ്. അതുകൊണ്ട് നിയമപരമായ കുറ്റവാളികളെ ഈ രാജ്യത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു പാർട്ടിയെ ഇവിടുത്തെ മുഴുവൻ പ്രസ്ഥാനങ്ങളുടെ അതിന്റെ പേരിൽ തീവ്രവാദികളാക്കുക. നിങ്ങൾ അടുത്ത ജില്ല പാലക്കാട് ജില്ലയുടെ മണ്ണാർക്കാട് മുതൽ 32 കിലോമീറ്റർ ചുരം കയറിയാൽ അട്ടപ്പാടി എന്ന് പറയുന്ന കേരളത്തിലെ ഏക ആദിവാസി ബ്ലോക്ക് തൃശൂർ ജില്ലയേക്കാൾ വലിപ്പമുള്ള അട്ടപ്പാടി എന്ന് പറയുന്ന 3 പഞ്ചായത്തുകൾ, ഷോളയൂർ, പുതൂർ, പിന്നെ അഗളി, 3 പഞ്ചായത്തുകൾ ചേരുന്ന സ്ഥലത്ത് അങ്ങേയറ്റത്തായ ഭവാനിപ്പുഴയുടെ അപ്പുറത്ത്, സുൽവാനിപ്പുഴയുടെ അപ്പുറത്ത്, അങ്ങ് ആനക്കര കഴിഞ്ഞാൽ ഇവിടെ കോയമ്പത്തൂരിനോട് ചേർന്ന് കിടക്കുന്ന ഷോളയൂർ പഞ്ചായത്തിന്റെ ബൊമ്മടി എന്ന് പറയുന്ന സ്ഥലത്ത്, നല്ല ശിങ്ക എന്നൊക്കെ പറയുന്ന സ്ഥലത്തിനപ്പുറത്ത് ഒരു ആദിവാസി നടരാജൻ സ്വന്തം വീട്ടിനുള്ളിൽ ചുട്ടികരിക്കപ്പെട്ട് മരണപ്പെട്ട് എന്ന് പറഞ്ഞാൽ ശവശരീരം പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വികൃതമായി കൊല ചെയ്യപ്പെട്ടത് ജൂലൈ മാസം 3-ന് അല്ലേ? ഒരു ദിവസം മാത്രം കേരളത്തിലെ മാധ്യമങ്ങളോട് വാർത്തയാക്കി. കേരളത്തിലെ പത്രങ്ങൾക്ക് ഒരു ദിവസം മാത്രം ആഘോഷം. എന്താണ്? ആദിവാസിയെ ചുട്ടുകൊന്നത്. പക്ഷേ പ്രൊഫസർ TJ ജോസഫ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കൈവെട്ടപ്പെട്ട സംഭവത്തിൽ 2 മാസം കഴിഞ്ഞിട്ടും ഇന്നും 2.5 മാസമാകുന്നു. ഇന്നും കേരളത്തിലെ പത്രങ്ങൾ ഞാൻ എങ്ങനെ ജീവിക്കും? ജോസഫ് ചോദിക്കുകയാണ്. ജോസഫ് സാർ ചോദിക്കുക, എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് പറഞ്ഞാലും ജോസഫ് സാറിന്റെ കൈ മാത്രമാണ് കേരളത്തിൽ വെട്ടിമാറ്റപ്പെട്ടത്. ജോസഫ് സാറിന് നേരെയാണോ അക്രമം ഉണ്ടായത്? അല്ല. ഒരു ആദിവാസിയുടെ ജീവനും കേവലം കൈപ്പറ്റിയിൽ മാത്രം